അത്യാവശ്യം നല്ല ശമ്പളം വാങ്ങുന്ന നമ്മളിൽ പലരും മാസാവസാനം വരുമ്പോൾ ഈ 500-നും 1000-നും ഒക്കെ വേണ്ടി പലരോടും കടം ചോദിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിന് കാരണം മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിലെ ഈഗോ തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് ശമ്പളം വാങ്ങുന്ന ഭൂരിഭാഗം മലയാളികളും ചെയ്യുന്ന ഒരു 3 ഈഗോ സ്പെൻഡിങ് തെറ്റുകളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ ഒന്ന് നോക്കിയാലോ? പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലും കേരളത്തിലെ പ്രധാന IT ഹബ്ബുകളിലും ജോലി ചെയ്യുന്ന യുവാക്കളുടെ വരുമാനം കഴിഞ്ഞ 5 വർഷത്തിൽ ഇരട്ടിയായെങ്കിലും അവരുടെ പേഴ്സണൽ സേവിങ്സ് നിരക്ക് 15% താഴേക്കാണത്രേ പോയത്. വരുമാനം കൂടുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ബാധ്യതകൾ കൂടുന്ന ഒരു ട്രാപ്പാണിത്. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഉദാഹരണം തന്നെ പറയാം. ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് മാസം ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായും അയാളുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? സമൂഹത്തിൽ എനിക്കൊരു സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാൻ ഒരു നല്ല വണ്ടി വേണം. ഉടനെ തന്നെ അയാൾ ഒരു 20 ലക്ഷത്തിൻ്റെ പുതിയ കാറ് 7 വർഷത്തെ ലോണിൽ സ്വന്തമാക്കുന്നു. മാസം EMI വരുന്നത് ഏകദേശം 32,000 രൂപ. കയ്യിൽ പണമുണ്ടായിട്ടൊന്നുമല്ല അയാൾ ആ കാറ് വാങ്ങിയത്. മാസം ശമ്പളം വരും എന്ന അമിത ആത്മവിശ്വാസം, പിന്നെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഈഗോ, ഇത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കാർ എന്നത് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ അതിൻ്റെ വാല്യൂ കുറയുന്ന ഒരു സാധനമാണ്. 7 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ ലോൺ അടച്ചു തീർക്കുമ്പോൾ 20 ലക്ഷത്തിൻ്റെ കാറിന് വേണ്ടി നിങ്ങൾ പലിശയും കൂട്ടി ഏകദേശം 26 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടാകും. എന്നാൽ അപ്പോൾ ആ കാറിൻ്റെ മാർക്കറ്റ് വാല്യൂവോ വെറും 7 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ടാകും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്ന ആ 7 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കോടികൾ വളർത്താമായിരുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരമാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ഈഗോ സ്പെൻഡിംഗ് ആണ്. പ്രസ്റ്റീജ് ഗാഡ്ജറ്റുകൾ. പുതിയ iPhone ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ഫോൺ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മാറ്റി ഒരു 1.5 ലക്ഷത്തിൻ്റെ പുതിയ ഫോൺ വാങ്ങാൻ തോന്നും. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നോ കോസ്റ്റ് EMI അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ. പല ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാരും പറയും നോ കോസ്റ്റ് EMI എന്നത് അത്യാവശ്യം ലാഭമുള്ള കാര്യമാണെന്ന്. പക്ഷെ ഞാൻ പറയും അത് നിങ്ങളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കോർപ്പറേറ്റുകൾ നിർമ്മിച്ച ഏറ്റവും വലിയ സൈക്കോളജിക്കൽ കെണിയാണ്. നമ്മുടെ കയ്യിൽ മുഴുവൻ പണമില്ലാത്ത ഒരു സാധനം നാളത്തെ ശമ്പളത്തെ പണയം വെച്ച് ഇന്ന് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തന്നെ ഒരു തെറ്റായ സാമ്പത്തിക ശീലമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകൾ കഴിഞ്ഞ വർഷങ്ങളിൽ സർവ്വകാല റെക്കോർഡിലാണ്. ശമ്പളം അക്കൗണ്ടിൽ വരുന്നതിന് മുൻപ് തന്നെ അത് EMI വഴി കോർപ്പറേറ്റുകളുടെ അക്കൗണ്ടിലേക്ക് ലോക്ക് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഈഗോ നമ്മളെ ഒരു കമ്പനിയുടെ അടിമയാക്കി മാറ്റുന്നു എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് കാറും ഫോണും വരുത്തുന്ന വിനയാണ്. എന്നാൽ മൂന്നാമത്തെ തെറ്റ് കുറച്ചുകൂടി കടുപ്പമാണ്. ഇത് നമ്മുടെ വീക്കെൻഡുകളെയും സോഷ്യൽ ലൈഫിനെയും കൂടി ബാധിക്കുന്ന ഒന്നാണ്. അത് പക്ഷേ പലരും തിരിച്ചറിയാറില്ല. അതാണ് മൂന്നാമത്തെ തെറ്റ്, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ശമ്പളം കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചെലവുകൾ കൂടുന്ന ഒരവസ്ഥ. മുൻപൊക്കെ സുഹൃത്തുക്കളോടൊപ്പം സാധാരണ ചായക്കടയിൽ ഇരുന്ന് സംസാരിച്ചിരുന്ന നമ്മൾ ശമ്പളം കൂടുമ്പോൾ കുറച്ചുകൂടി കൂടിയ കഫേകളിലേക്കും പബ്ബുകളിലേക്കും ഒക്കെ മാറും. ഓരോ വീക്കെൻഡിലും 4,000 അല്ലെങ്കിൽ 5,000 രൂപയൊക്കെ വെറുതെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കും. ഞാൻ നല്ലപോലെ പണിയെടുത്തതല്ലേ, അപ്പോൾ എനിക്ക് ആസ്വദിച്ചൂടെ എന്ന തെറ്റായ ഒരു ന്യായീകരണം കൂടി നമ്മൾ ഈ ഈഗോ സ്പെൻഡിങ്ങിന് പിന്നിൽ കാരണമായി കാണിക്കും. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ പണം ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് എപ്പോഴും മാസാവസാനം 0 തന്നെ എത്തി നിൽക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചാണ്. എന്നാൽ ഇനി നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഈ ഈഗോ ഒഴിവാക്കി എങ്ങനെ കൃത്യമായി പണം വളർത്താമെന്നതിനെക്കുറിച്ച് ഒരു 3 സാമ്പത്തിക നിയമങ്ങൾ നമ്മൾ അടുത്തതായി നോക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം വന്നാൽ അതിൽ നിന്നും ആദ്യം ചെയ്യേണ്ടത് ചെലവുകളല്ല, പകരം കൃത്യമായി 30% പണം എടുത്ത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇതിനെയാണ് ശരിക്കും പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ബാക്കി വരുന്ന 70% പണം കൊണ്ട് മാത്രം നമ്മുടെ ലോണുകളും ഈഗോ ചെലവുകളും ഒതുക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ഇനി ഇത് പ്രാവർത്തികമാക്കാൻ നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? ശമ്പളം വാങ്ങുന്നവർക്കുള്ള 3 ആക്ഷൻ ടേക്ക് അവേകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ആക്ഷൻ 1, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു പുതിയ ഫോണോ കാറോ വാങ്ങാൻ തോന്നുമ്പോൾ 30-day റൂൾ ഉപയോഗിക്കുക. 30 ദിവസം കാത്തിരിക്കുക. അതിനുശേഷവും അത് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങുക. പലപ്പോഴും ആ ഈഗോ അപ്പോഴേക്ക് മാറിയിട്ടുണ്ടാകും. ഇനി ആക്ഷൻ 2, എമർജൻസി ഫണ്ട്. നിങ്ങളുടെ പ്രതിമാസ ചെലവിൻ്റെ കുറഞ്ഞത് 6 ഇരട്ടിയെങ്കിലും ഒരു പ്രത്യേക അക്കൗണ്ടിൽ ലിക്വിഡ് ക്യാഷായി സൂക്ഷിക്കുക. ഇത് ജോലി നഷ്ടപ്പെടുന്നത് പോലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളുടെ രക്ഷയ്ക്കെത്തും. ആക്ഷൻ 3, ഓട്ടോമേറ്റഡ് വെൽത്ത്. ശമ്പളം വരുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തേക്ക് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് SIP തീയതികൾ നിശ്ചയിക്കുക. പണം കയ്യിൽ കണ്ട് ചിലവാക്കാനുള്ള അവസരം സ്വയം ഇല്ലാതാക്കുക. നിങ്ങളുടെ സമ്പത്ത് അളക്കേണ്ടത് നിങ്ങൾ വാങ്ങുന്ന കാറിൻ്റെ വലിപ്പം നോക്കിയല്ല,
മറിച്ച് ജോലി നിർത്തിയാലും നിങ്ങൾക്ക് എത്ര മാസം ജീവിക്കാൻ കഴിയും എന്ന് നോക്കിയാണ്. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ശമ്പളം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ആഡംബരങ്ങളൊക്കെ താൽക്കാലികമാണ്, എന്നാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അസറ്റുകൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ സുരക്ഷിതത്വം എന്ന് എപ്പോഴും ഓർക്കുക. ഇനി നിങ്ങളോടൊരു ചോദ്യം: നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? അതോ ഈ പറഞ്ഞ 3 തെറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളും പെട്ടുപോയിട്ടുണ്ടോ? എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പേഴ്സണൽ ഫിനാൻസ് ഇൻ്റലിജൻസും കൃത്യമായ മണി മാനേജ്മെൻറ്റ് തന്ത്രങ്ങളും ഇനിയും വേണമെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും ഇതുപോലൊരു അഡ്വാൻസ്ഡ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും. ഒരു സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇത് കേൾക്കുന്നത് നിങ്ങളെ എന്തായാലും സഹായിച്ചിരിക്കും.